അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാൻ മാസത്തിൽ പിറന്നിട്ടില്ല. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ വളരെ പരിശുദ്ധമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ 4 മാസങ്ങളിലും പിറന്നിട്ടില്ല. വലയാലിൻ അശ്ർ എന്ന് പരിശുദ്ധമായ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ ദുൽഹിജ്ജയുടെ ആദ്യ 10 രാത്രങ്ങളിലും പിറന്നിട്ടില്ല. അതുപോലെ തന്നെ അറഫ ദിനത്തിൽ പിറന്നിട്ടില്ല, മുഹറം 10 പിറന്നിട്ടില്ല, ശഅബാൻ 15 പിറന്നിട്ടില്ല, വെള്ളിയാഴ്ച രാവിൽ പിറന്നിട്ടില്ല. ഇങ്ങനെ പവിത്രമായ മാസങ്ങളും ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായൊരു മാസവും പ്രത്യേകമായൊരു ദിവസവും തിരഞ്ഞെടുത്തു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അന്നൽ ഹക്കീമ സുബ്ഹാനഹു വ തആല അറാദ അൻ യുശർരിഫ ബിഹി الزمان الذي ولد فيه صلى الله عليه وسلم ولو ولد في الأوقات المتقدم ذكرها لكان قد يتوهم أنه يتشرف بها. ഈ പറയപ്പെട്ട മാസങ്ങളിലോ ദിവസങ്ങളിലോ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവി കൊണ്ടത് എങ്കിൽ ആ മാസത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകതയുണ്ടായത് എന്ന് ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം. ഇത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ മിനഹുൽ മക്കിയയിലും അതുപോലെ തന്നെ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയയിലും ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈലുൽ ഖദീറിലും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫത്താവയിലും രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ മക്കയിൽ ആണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. നബി തങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് മണ്ണ് എടുത്തിട്ടുള്ളതും മക്കത്ത് നിന്ന് തന്നെയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായൊരു സ്ഥലത്തേക്ക് അള്ളാഹു കൊണ്ടുപോയി മദീനയിലേക്ക് എത്തിക്കുകയായിരുന്നു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും, നമ്മെ സൃഷ്ടിക്കുന്ന സമയത്ത് എവിടെ നിന്നാണോ മണ്ണ് എടുത്തിട്ടുള്ളത് ആ മണ്ണിൽ തന്നെയാണ് മടക്കപ്പെടുക എന്നാണല്ലോ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ച മണ്ണ് എടുത്ത ഭാഗം അള്ളാഹു ഒന്നടങ്കം മദീനയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ ജവാഹിറുൽ മുനല്ലം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങൾക്ക് വേണ്ടി യൗമുൽ ഇസ്നൈൻ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് യൗമുല്ലാഹി വ ഹബീബിഹി എന്നാണ്. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ദിവസം എന്നാണ് തിങ്കളാഴ്ച സൂചിപ്പിക്കുന്നത്. ആ ദിവസത്തിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വം ഉൾക്കൊള്ളുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.